ലൂക്കാ സുവിശേഷകന്റെ 5-ാം അധ്യായം 37-ാം തിരുവചനം അല്പസമയം ധ്യാന വിഷയമാക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. തിരുവചനം ഇതാണ്: പുതിയ വീഞ്ഞ് പുതിയ തോൽക്കൂടങ്ങളിലാണ് ഒഴിച്ചു വയ്ക്കുന്നത്. പുതിയ വീഞ്ഞ് പഴയ തോൽക്കൂടത്തിൽ ഒഴിച്ചു വെച്ചാൽ തോൽക്കൂടം ഭേദിക്കപ്പെടുകയും വീഞ്ഞ് ഒഴുകിപ്പോവുകയും ചെയ്യും. പുതിയ വീഞ്ഞ് പുതിയ തോൽക്കൂടങ്ങളാണ് ഒഴിച്ചു വയ്ക്കേണ്ടത്. ഈ പുതിയ വീഞ്ഞെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22 വായിക്കുന്നു: ദൈവത്തിൻ്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. ദൈവം നമുക്കെപ്പോഴും പുതിയ സ്നേഹം നൽകി നമ്മളെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുകയുമാണ്. ദൈവത്തിൻ്റെ സ്നേഹം പുതിയതാണെങ്കിൽ ഈ പുതിയ സ്നേഹം നമ്മൾ സ്വീകരിക്കുന്നത് പുതിയ തോൽക്കൂടത്തിലായിരിക്കും. ഈ പുതിയ തോൽക്കൂടം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയമാണ്. ഈ ഹൃദയം ഒരു പഴയ അനുഭവത്തിലായിരുന്നാൽ ദൈവത്തിൻ്റെ പുതിയ വീഞ്ഞ് പുതിയ സ്നേഹം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുക. അതുകൊണ്ട് പഴയ തോൽക്കൂടം ഭേദിക്കപ്പെടുകയും ഈ പുതിയ വീഞ്ഞ് ഒഴുകിപ്പോവുകയും ചെയ്യും. പുതിയ വീഞ്ഞ് പുതിയ തോൽക്കൂടത്തിലാണ് സ്വീകരിക്കേണ്ടത്, ഒഴിച്ചു വയ്ക്കേണ്ടത്. ഈ പുതിയ ഹൃദയം, പുതുക്കപ്പെട്ട ഹൃദയം, അതുകൊണ്ട് യേശു ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി, പുതിയത് വന്നു കഴിഞ്ഞുവെന്ന് കൊരിന്തോസ് 2-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 17-ാം തിരുവചനം വായിക്കുന്നു. യേശു ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി, പുതിയത് വന്നു എന്ന അനുഭവമുള്ളവരാണ് ഈ പുതിയ തോൽക്കുടം ഹൃദയമാണെങ്കിൽ ആ ഹൃദയത്തിൽ പുതുക്കപ്പെട്ട പുതിയ സൃഷ്ടിയായി മാറുന്നവർക്കാണ് ദൈവത്തിന്റെ പുതിയ സ്നേഹം ആസ്വദിക്കാൻ, അനുഭവിക്കാൻ സാധിക്കുന്നത്. ഇതിന് അനുബന്ധമായ ഒരു വചനം എന്റെ മനസ്സിലേക്ക് വരുന്നത് തീത്തോസ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള തിരുവചനങ്ങളാണ്. തീത്തോസ് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നത് എല്ലാവരോടും തികഞ്ഞ മര്യാദയുള്ളവരായിരിക്കണം, ദൈവത്തിന്റെ ദാസൻ കലഹപ്രിയനായിരിക്കരുത്, സൗമ്യതയിൽ വേണം കാര്യങ്ങളെല്ലാം നിർവഹിക്കാൻ. അങ്ങനെ നിരന്തരമായൊരു നല്ല ബന്ധത്തിൽ സൗമ്യതയും ശാന്തതയും വളരെ സമൂഹത്തിൽ നല്ല രീതിയിൽ നീ ഇടപെടണം. അങ്ങനെ ഇടപെടാനുള്ള കാരണത്തെപ്പറ്റി പൗലോസ് തുടർന്ന് പറയുന്നത് തീത്തോസ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 3 മുതൽ വായിക്കുകയാണ്. അവിടെ ഇപ്രകാരമാണ് കാണുന്നത്: ഒരു കാലത്ത് നമ്മൾ അജ്ഞതയുള്ളവരും അറിവില്ലാത്തവരും മൂഢന്മാരും പരസ്പരം ദ്രോഹിക്കുന്നവരും മറ്റുള്ളവരാൽ വെറുക്കപ്പെടുന്നവരും മറ്റുള്ളവരെ വെറുക്കുന്നവരുമായിരുന്നു. പലതരം മോഹങ്ങൾക്കും സുഖേച്ഛകൾക്കും നമ്മൾ അടിമകളുമായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ നന്മയും സ്നേഹം നിറഞ്ഞ കാരുണ്യം വെളിപ്പെട്ടപ്പോൾ നമുക്ക് രക്ഷ കിട്ടി. രക്ഷ ആരുടെയും നീതിയുടെ പ്രവൃത്തി കൊണ്ടല്ല, പരിശുദ്ധാത്മാവിൽ അവിടുന്ന് നിർവഹിച്ച പുനർജീവനത്തിന്റെയും നവീകരണത്തിന്റെയും സ്ഥാനത്താൽ അത്രേ. യേശു ക്രിസ്തുവിലൂടെയാണ് പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് വർഷിക്കുന്നത്. ഇവിടെ അപ്പസ്തോലൻ 2 തലങ്ങളെ കുറിച്ച് പറയും. ഒന്ന് ഒരു കാലഘട്ടം, ബിഫോർ ക്രൈസ്റ്റ്, BC. പിന്നെ ഒരു AD പറയുന്നു, ഇയർ ഓഫ് ദി ലോർഡ്, ക്രിസ്തു വർഷം, ക്രിസ്തുവിനാകുന്ന അനുഭവം. ആദ്യത്തെ BC, ബിഫോർ ക്രൈസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ മൂഢന്മാരായിരുന്നു, അജ്ഞതയുള്ളവരായിരുന്നു, അറിവില്ലാത്തവരായിരുന്നു, പലതരം മോഹങ്ങൾക്കും സുഖേച്ഛകൾക്കും അടിമകളുമായിരുന്നു, അസൂയപ്പെടുന്നവരായിരുന്നു, മറ്റുള്ളവരാൽ വെറുക്കപ്പെടുകയും മറ്റുള്ളവരെ വെറുക്കുകയും ചെയ്യുന്നവരായിരുന്നു. ഈ ഒരു കാലത്തിൽ നിന്ന് മറ്റൊരു തലങ്ങളിലേക്ക് തമ്പുരാനാണ് നമ്മളെ കൊണ്ടുവരുന്നത്. അവിടെയാണ് എന്നാൽ ദൈവത്തിന്റെ നന്മയും സ്നേഹം നിറഞ്ഞ കാരുണ്യം വെളിപ്പെട്ടപ്പോൾ നമുക്ക് രക്ഷ കിട്ടി. അത് ആരുടെയും നീതിയുടെ പ്രവൃത്തി കൊണ്ടല്ല, പരിശുദ്ധാത്മാവിൽ പിതാവായ ദൈവം നിർവഹിച്ച പുനർജീവനത്തിന്റെയും നവീകരണത്തിന്റെയും സ്നാനത്താൽ അത്രേ. യേശു ക്രിസ്തുവിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് യേശു ക്രിസ്തു വഴിയാണ് പിതാവായ ദൈവം പരിശുദ്ധാത്മ നമ്മളിലേക്ക് ഭക്ഷിക്കുന്നത്. അപ്പൊ 2ാമത്തെ കാലഘട്ടം രക്ഷയുടെ കാലഘട്ടമാണ്. ആ രക്ഷ ദൈവത്തിന്റെ സൗജന്യമാണ്, സൗജന്യ ദാനമാണ്. അങ്ങനെ എനിക്ക് ഒരു പുതിയ സൃഷ്ടിയാകാൻ പരിശുദ്ധാത്മാവിലുള്ള പുനർജീവനവും നവീകരണവും കാരണമായെങ്കിൽ ഈ ബോധ്യമുള്ള വ്യക്തിയാണ് പുതിയ തോൽക്കുടത്തിന്റെ, ആ പുതിയ ഹൃദയത്തിന്റെ അനുഭവമുള്ള വ്യക്തിയായി മാറുന്നത്.
അവരെ സംബന്ധിച്ചിടത്തോളം അവരിൽ നിന്ന് ഈ പുതിയ വീഞ്ഞിന്റെ അനുഭവം ഉണ്ടാവും, പുതുക്കപ്പെടുന്ന ഈ അനുഭവം ഉണ്ടാവും. ഇവിടെയാണ് എല്ലാ വിശുദ്ധരെയും എടുത്തു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലും ഒരു BC-യും AD-യും ഉണ്ട്. പൗലോസ് അത് പറയുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 7 തുടങ്ങി വായിക്കുമ്പോൾ കാണാം, ഞാൻ പരിസയനാണ്, അത് ഇസ്രായേൽ വംശത്തിൽ പിറന്നവനാണ്, ബെഞ്ചമിൻ ഗോത്രത്തിൽ ജനിച്ചവനാണ്, നിയമത്തിന് മുമ്പിൽ നീതിയുടെ കാര്യത്തിൽ നിയമത്തിന് മുമ്പിൽ കുറ്റമറ്റവനാണ്. എന്നാൽ അതുകൊണ്ട് കാർക്കശ്യക്കാരനായിരുന്നു. അതുകൊണ്ടാണ് ഡമാസ്കസിലേക്ക് ക്രിസ്ത്യാനികളെ വധിക്കാൻ പോയത്. കാരണം പരിസയ മനോഭാവത്തിനും ഇസ്രായേൽക്കാരുടെ പഠനത്തിനുമൊക്കെ എതിരായിട്ടാണ് ഈ ക്രിസ്ത്യാനികൾ പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് ആ നിയമത്തിന്റെ കാർക്കശ്യം, നിയമത്തിന്റെ മുമ്പിൽ നീതിയുടെ കാര്യത്തിൽ കുറ്റമറ്റവനായി എല്ലാം ഓക്കെയായി. പക്ഷെ കഠിന ഹൃദയത്തിന്റെ അനുഭവമായിരുന്നു അവിടെ. ക്രിസ്തുവിനെ പ്രതിയുള്ള ജ്ഞാനം കൂടുതൽ വലിയുള്ളതാക്കി എല്ലാം ഉച്ചിഷ്ടം പോലെ കണക്കാക്കി. ഫിലിപ്പിയർ 3:12 പറയുന്നു, ക്രിസ്തുവിനെ നേടി, ഞാൻ ക്രിസ്തുവിനെ നേടിയിട്ടില്ല, നേടാൻ വേണ്ടി ഞാൻ ഓടുകയാണ്. അപ്പോ ഒരു ബിഫോർ ക്രൈസ്റ്റ്, അതിനു മുമ്പുള്ള കാലഘട്ടത്തെ കുറിച്ച് നല്ല അവബോധമുള്ള പൗലോസ്ലീഹ പിന്നീട് ഉള്ള കാലഘട്ടത്തെ കുറിച്ച് ബോധ്യമുണ്ട്. ക്രിസ്തുവിനെ നേടി, അവിടെ ക്രിസ്തുവിനെ നേടിയിട്ടില്ല. ഇവിടെയാണ് പൗലോസ് ഒരു പുതിയ ഹൃദയത്തിന്റെ അല്ലെങ്കിൽ പുതിയ തോൽക്കൂടത്തിന്റെ അനുഭവമുള്ള വ്യക്തിയായി മാറുകയാണ്. പത്രോസ്ലീഹായും ഒക്കെ ഇത് തന്നെയാണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ലൂക്കാസ് സുവിശേഷകന്റെ 5-ാം അധ്യായത്തില് 1 തുടങ്ങി വായിക്കുമ്പോൾ അത്ഭുതകരമായ മീൻപിടുത്തം കാണും. അത്ഭുതകരമായ മീൻപിടുത്തം അനുഭവിച്ച പത്രോസ്ലീഹ ലൂക്കാ 5:8 പറയുന്നുണ്ട്, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാണ്, അങ്ങ് എന്നിൽ നിന്ന് അകന്നു പോകണം. അവിടെയാണ് ഈശോ പത്രോസ് പറയുന്നുണ്ട്, നീ എന്നെ അനുഗമിക്ക്, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവനാക്കാം. പാപാവസ്ഥയിലുള്ള പത്രോസിന്റെ മേൽ ദൈവത്തിന്റെ പുതിയ വീഞ്ഞ് ആ പുതിയ തോൽക്കൂടത്തിലേക്ക് ഒഴിക്കപ്പെട്ടപ്പോഴാണ് പത്രോസ് കർത്താവിന് വേണ്ടി നിലകൊള്ളാൻ മരിക്കാൻ പോലും തയ്യാറാകുന്ന ഒരു വ്യക്തി ഉടമയായി മാറുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തീത്തോസിന്റെ 1-ാം ലേഖനത്തിൽ നമ്മൾ 1-ാം അധ്യായത്തിൽ തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടല്ലോ 1 തുടങ്ങിയ തിരുവചനങ്ങൾ അവിടെ പ്രകാരം കണ്ടു, സൗമ്യരായിരിക്കണം, ശാന്തരായിരിക്കണം, തികഞ്ഞ മര്യാദ പ്രകടിപ്പിക്കണം, എല്ലാവരോടും നന്നായിട്ട് ഇടപെടണം എന്നൊക്കെ പറയുമ്പോൾ അതിന് സാധിക്കുന്നത് ഈ പുതിയ കരുണയുടെ അനുഭവം. എന്റെ ഹൃദയം പുതിയ തോൽക്കുടമായി മാറിയിരിക്കുന്നു, പഴയത് മാറ്റി തമ്പുരാൻ എന്നെ പുതിയത് നിർമ്മിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ പുതിയ സ്നേഹം ആസ്വദിച്ച് അനുഭവിച്ച് എല്ലാവരോടും നന്നായിട്ട് ഇടപെട്ട് നല്ല പ്രാർത്ഥനാധ്യക്ഷത്തിൽ ജീവിക്കണമെങ്കിൽ എനിക്ക് കർത്താവിന്റെ കരുണ കിട്ടി എന്ന ബോധ്യമുള്ളവര് ആ പുനർജീവനത്തിന്റെ നവീകരണത്തിന്റെ സ്ഥാനത്താൽ അത്രേ എനിക്ക് പുതുമയുടെ അനുഭവം ഉണ്ടായതെന്ന് ബോധ്യമുള്ളവരുടെ ജീവിതത്തിൽ നിന്നാണ് അവർക്കാണ് നന്നായി പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും സ്നേഹിക്കുവാനും ഇടപെടാനൊക്കെ സാധിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടത്തിൽ പഴഞ്ചൻ ആ ശൈലി ആ പഴയ മനോഭാവത്തിലാണ് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ നമുക്കൊരിക്കലും നല്ല രീതിയിൽ ഇടപെടാനായിട്ട് സാധിക്കുകയില്ല. അവൻ എന്റെ ഹൃദയത്തെ പുതുക്കണമേ, പുതിയ വീഞ്ഞ് പുതിയ തോൽക്കൂടത്തിൽ സ്വീകരിച്ച് പുതുമയുടെ അനുഭവത്തിൽ മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ ഇടപെടാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ഈശോ നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമ്മുടെ പ്രാർത്ഥന അന്തരീക്ഷ ജീവിതത്തിൽ ഈ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അഭിഷേകം